ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലൂറിക്ക ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 5. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അപ്പം എങ്ങനെയാ തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ അന്തം വിട്ട് വീട് നോക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അവൻ വിചാരിച്ചത് വളരെ വലുതായിട്ടുണ്ട്. ഈ വീട് നിർമ്മിക്കുന്നതിന് ഹീറോനെ കൊണ്ട് എടുപ്പിച്ച പണിയുണ്ട്. ഇത്രയും ആഴം വേണം, ഇത്രയും ഉയരം വേണം, വലിയ മരത്തെ മുറിക്കണം പെട്ടെന്ന്. ലുലു, എനിക്ക് അപ്പോഴേ അറിയാം വലിയ വീടാണ് കിട്ടുന്നതെന്ന്. നമ്മൾ ഫ്യൂച്ചർ കൂടെ നോക്കിയിട്ടാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് നിങ്ങൾക്കുള്ളതാണ്, അതുകൊണ്ട് വലുതായിരിക്കണം അല്ലേ? സോ ഉള്ളിൽ പോയി നോക്കിയാലോ? ഇതാണ് ഹാൾ. എല്ലാവർക്കും കുശലം പറയാം. ഇതാണ് ഹിറാക്കു, നിങ്ങളുടെ റൂം. അടുത്തത് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. പിന്നിൽ അടുക്കള, തൊട്ടടുത്ത് ഔട്ട്സൈഡ് ഫർണർ കൂടെയുണ്ട്. അത് ശരി, നിങ്ങൾ ബേസ്മെന്റിന് വേണ്ടിയാണല്ലേ ആഴത്തിൽ കുഴിയെടുക്കാൻ പറഞ്ഞത്? അടുത്തത് 2ാം നില. ഇവിടെ എല്ലാവർക്കും ഓരോരോ റൂമുണ്ട്. അടിപൊളി, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എനിക്ക് വേണ്ടി റൂമൊക്കെ കിട്ടുമെന്ന്. തൊട്ടടുത്ത റൂം തുറന്നതും അത് കിങ് സൈസ് ബെഡ് അല്ലേ? ശരി, ഞാനിത് കണ്ടില്ലെന്ന് വെക്കുക. ഇത് എന്ത് കണ്ട് നിർമ്മിച്ചതാവോ? ടെയ്യയും ഒരു പുതിയ വീട് നിങ്ങൾക്ക് സന്തോഷം നൽകിയെന്ന് തോന്നുന്നു. പിന്നല്ല, ഇവിടെ നിന്ന് ആ വലിയ മരത്തെ കാണാൻ കഴിയും. ആ ഒരു ഫീൽ വേറെയാണ്. ഈ ഒരു വ്യൂ നൽകിയതിന് വളരെ നന്ദിയുണ്ട്. ഇതിനു വേണ്ടി നന്ദി പറയണമെന്നില്ല. കൂടാതെ വിന്ററിലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാലും അത് ശരിയാക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ മെനക്കെട്ട് ആദ്യം വന്ന 2 ഡോഗിന്റെ ശില്പം ഉണ്ടാക്കി വീടിന്റെ മുമ്പിൽ വെക്കുന്നതും. ഇപ്പോൾ വീട് എവിടെയാണെന്ന് വെച്ചാൽ ആ വലിയ മരത്തിന്റെ പിന്നിലാണ്. അതിനുശേഷം ഹീറോ തന്റെ മുമ്പിലെ സാധനങ്ങൾ നോക്കുന്നതും. ഇവൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതോ, ഞാൻ ഇന്ന് കോഴിക്കറി ഉണ്ടാക്കാന്ന് വെച്ചു. അതെന്ത് കോഴിക്കറി? അത് ആവശ്യമായ സാധനങ്ങളൊക്കെ ഇട്ട് വേവിക്കണം. അത് കേട്ട ഇവരെ 2പേരെയും ഇട്ട് വേവിക്കാൻ പോവാണെന്ന് പേടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആലോചനയുണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ സൈക്കോ ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം തോട്ടത്തിൽ പോയി എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുക്കാൻ വന്നതും തോട്ടത്തിലെ ചെടികളെ നോക്കി ഇതിലെയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇതെന്താ പുതിയത്? സത്യം പറഞ്ഞാൽ ഇതിൽ പലതും ഈ കാലാവസ്ഥയിൽ വളരില്ല. ബട്ട് എന്റെ ഓൾമൈറ്റി ടൂൾ വെച്ച് ഏത് കാലാവസ്ഥയിലും എവിടെ വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഏത് ചെടിയായാലും. ആദ്യം ജീരകം, ഇത് നന്നായി ഉണങ്ങണം, എന്നാലേ സ്മെല്ല് വരും. അടുത്തത് മഞ്ഞൾ, ഇത് മണ്ണിനടിയിലാണ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് നന്നായി ഉണക്കണം. ഇത് കേട്ട് ഇവർ രണ്ടും ഉണങ്ങ്. അടുത്തത് നോക്കാം. ഇത് പുതിന, ഇത് നല്ല മണമായിരിക്കും. എന്താ, ഇത് വേണോ? അത് മണപ്പിച്ചു നോക്കിയതും ഇവർ 2പേരും കണ്ടം വഴി ഓടി. ഞാൻ അപ്പോഴേ ആലോചിച്ചു ഇങ്ങനെ നടക്കുമെന്ന്. എന്ത്, ഈ ചെടിക്ക് ഇൻഫർണോ ഉൾഫിനെ പേടിപ്പിക്കാൻ കഴിയുമെന്നോ? എന്നാൽ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അടുത്തതായി കുരുമുളകും വേണം, മുളകും വേണം. അറ്റ് ലാസ്റ്റ് എല്ലാ മസാലയും എടുത്തു. അത് ശരി, ഇവിടെ നിന്ന് 2 എവിടെ പോയി? അതിനുശേഷം കുക്കിങ്ങിന് വേണ്ട എല്ലാ സാധനവും റെഡിയാക്കുന്നതും ഇവർ രണ്ടും എവിടെ പോയി? അവർ രണ്ടും പുതുതായി എന്തോ കണ്ടെത്തിയെന്നും പറഞ്ഞ് റിസർച്ചിലാണ്. അത് ശരി, വായോ നമുക്ക് കുക്കിംഗ് നോക്കാം. ആദ്യം എണ്ണ ഒഴിക്കണം. അതിനുശേഷം മുയിലിറച്ചിയിട്ട് അതിന് ആവശ്യം പോലെ വേവിച്ചതും പതുക്കെ ഇടണം, എണ്ണ തെറിക്കും. അതിനുശേഷം എല്ലാ മസാലയും അരച്ച് ഒന്നാക്കി ജീരകം എണ്ണയിലിട്ടതും. വാവ്, സൂപ്പർ. അതിനുശേഷം സവാള, ഇഞ്ചി തുടങ്ങിയ എല്ലാം ഇട്ട് സവാള ഗോൾഡൻ കളറായ തക്കാളി ഇടണം. അത് കഴിഞ്ഞ് മസാല. ഇങ്ങനെ ഇവർ ഓരോന്നും പറഞ്ഞു ചെയ്യുന്നതും ഇവരെല്ലാവരും ഒളിഞ്ഞു നിന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ എല്ലാം സെറ്റായതും മസാലയെല്ലാം ഇട്ട് വെള്ളം ഒഴിച്ച് ലാസ്റ്റ് മുയിലിറച്ചി ഇട്ട് മൂടി വെച്ചതും. ഇത് എപ്പോൾ റെഡിയാവും? ഇത് ശരിയാവാൻ കുറച്ചു നേരമാവും. അതിനു മുമ്പ് അയ്യോ, ഞാൻ മറന്നുപോയി. എന്ത്, നിങ്ങളെ മറന്നോ? അതല്ല, ഞാൻ കഴിക്കുന്ന സാധനമാണ്. അതിനുശേഷം ഹീറോ, ചോറ് വെച്ചാലോ? ശരിയാവില്ല, ഈ ഞാൻ തന്നെയാണ് നല്ലത്. പേടിക്കണ്ട, നമുക്ക് മറ്റുള്ളവരെ വെച്ച് ശരിയാക്കാം. നമ്മുടെ ഹീറോ ആളുകളുടെ എണ്ണം എടുത്തു. ഞാൻ പറയുന്നത് പോലെ ചെയ്യും. ഇത് ചെറിയ ഉണ്ടയാക്കി ഈ വടി കൊണ്ട് നന്നായി പരത്തണം. പിന്നീട് ഈ ചട്ടി കമത്തി ഇതിന്റെ മുകളിലിടണം. ഇതേ സമയം ഇവർ രണ്ടും, ഈ ചെടിക്ക് എന്തോ പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് ഇതിനെപ്പറ്റി എല്ലാം അറിയണം. അത് ശരി, എല്ലാവരും എന്താ അവിടെ എത്തി നോക്കുന്നത്? എന്തോ അവിടെ നടക്കുന്നുണ്ട്. കൂടാതെ നല്ല സ്മെല്ലും. വയറ് സിഗ്നൽ തരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ജോലിയെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് എല്ലാം ഉണ്ടാക്കി എല്ലാവരെയും എത്തി ഫുഡ് കൊടുക്കുന്നതും. ഇതെങ്ങനെ കഴിക്കുന്നത്? അത് സിമ്പിൾ ആണ്, ഞാൻ ചെയ്യുന്ന പോലെ എല്ലാവരും ചെയ്യും. ഇത് കീറി ഇതിൽ മുക്കി കഴിക്കണം. ഇത് കണ്ട ഓരോരുത്തരും കഴിക്കാൻ തുടങ്ങിയതും. വാവ്, സൂപ്പർ, അടിപൊളിയാണ്. അതെ, ഇതിന്റെ സ്വാദ് തന്നെ വേറെ ലെവലാണ്. ആരും നാണിക്കാതെ 2ാമത്തെ പ്രാവശ്യം കഴിക്കാതെ ഇരിക്കരുതെന്ന് പറഞ്ഞു തീർന്നില്ല. എല്ലാവരും സെക്കൻഡ് റൗണ്ട് എടുക്കാൻ തുടങ്ങി. അതെ, കുറച്ച് എനിക്കും കൂടി വെക്കണേ. ഇവിടെ ലുലു നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തതും അവരൊന്ന് മണപ്പിച്ചു നോക്കി പതിവ് പോലെ കണ്ട വഴിയോടി. അതിനർത്ഥം ഇനി എന്ത് പ്രശ്നം വന്നാലും ഇത് നമ്മളെ രക്ഷിക്കും. അതെ, പിന്നീട് ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കഷ്ണമാണ് കിട്ടിയത്. അടുത്ത പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. അങ്ങനെ മാസങ്ങൾ കടന്നു. വിന്റർ വരാൻ പോകുന്നു. ഇതറിഞ്ഞ ഹീറോ എല്ലാ സാധനങ്ങളും ശേഖരിക്കാൻ ആരംഭിച്ചു. പിന്നീട് സാബുട്ടോന്
ഉരുളക്കിഴങ്ങ് കൊടുക്കാമെന്ന് അതിനു പകരം കുറച്ച് തുണികൾ വാങ്ങി. എന്നാൽ വിന്റർ കഴിയുന്നവരെ സാബൂട്ടോൻ ഉറക്കത്തിലായിരിക്കും. വിന്റർ സമയത്ത് ജോലി ചെയ്യുന്നതിനു വേണ്ടി പുതിയതൊന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായി ജോലി ചെയ്യുന്നുണ്ടോ. ഇവിടെ ലും ടീയും എല്ലാ ഇറച്ചിയും ഡ്രൈ ചെയ്യുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറവും ബാക്കിയുള്ളവരും വിന്ററിൽ ഹണ്ടിങ് നടക്കാത്തതുകൊണ്ട് അവരോടും ആവശ്യത്തിന് കഴിച്ചു വയറ് നിറയ്ക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോ പച്ചക്കറികൾ വെക്കുന്നതിന് വേണ്ടി ഒന്ന് റെഡിയാക്കുന്നു. എന്നാൽ വിന്ററിൽ അതിന്റെ തണുപ്പിൽ പച്ചക്കറികൾ കേടാവാതെ ഇരിക്കും. കൂടാതെ ലുലു മാജിക് ഉപയോഗിക്കുന്നത് കണ്ട് ഹീറോയും അത് നോക്കിയാലും അത് അവനെ കൊണ്ട് സാധിക്കില്ല എന്നറിഞ്ഞാലും അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ രാത്രി ലുലുവും ക്ലാസ് എടുക്കാൻ തുടങ്ങി. തീ ഉണ്ടാകുന്നത് സാധാരണ മാജിക് ആണ്, ബട്ട് അത് നീ മനസ്സിലാക്കണം, അതുവരെ നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതെ, ആദ്യം കണ്ടപ്പോൾ ഞാനും ട്രൈ ചെയ്ത് നോക്കി, എന്നാൽ മൂഞ്ചിപ്പോയി. ഗോളെല്ലാം സ്ട്രോങ് ആയവരെ കൊണ്ട് അത് ഉണ്ടാക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടും അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതെനിക്കറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ കൃഷിയും കുക്കിങ്ങും മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്, ബാക്കിയെല്ലാം നിങ്ങളാണ് ചെയ്യുന്നത്. ഇത് കേട്ടല്ലോ, ആരെ കൊണ്ടും ഇവിടെ ഇത്തരം ഒരു കൃഷിസ്ഥലം ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിന്നെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നീ അത്ര ശക്തിശാലിയാണ്. ഇത് കേട്ട നമ്മുടെ ഹീറോ, സത്യമാണോ? ഞാൻ പറഞ്ഞത് സത്യമാണ്, നീ വേണമെങ്കിൽ വിശ്വസിക്കും. ഓക്കെ, നീ പറഞ്ഞ വേറെ ഒന്നുമില്ല. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മഞ്ഞ് വീഴാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളും ശേഖരിച്ചിട്ടുണ്ടെങ്കിലും വീടിനുള്ളിൽ എത്ര നാളാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി ഹീറോ തന്റെ ലോകത്തിലെ എല്ലാ ഗെയിമും ഇവിടെ ഉണ്ടാക്കി പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇത് എങ്ങനെ കളിക്കണമെന്ന് ചോദിച്ചതും അവനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. നീ പറയുന്നു നോക്കിയാൽ ഇത് അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം എങ്ങനെയാ കളിക്കുന്നതെന്ന്. കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കളിക്ക്. അങ്ങനെയാണെ ടിയ നീ വായോ, നീ എനിക്ക് ചലഞ്ച് ചെയ്യാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും റെഡി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സീരിയസ് ഗെയിം ഒന്നല്ലത്. അങ്ങനെ ഗെയിം ആരംഭിച്ച് കുറച്ചു ടൈമിൽ തന്നെ ടിയ ജയിക്കുന്ന പോലെയായി. ഇത് കണ്ട ലുലു താൻ തോൽക്കുന്നത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് എല്ലാം തട്ടിത്തെറിപ്പിച്ച്, സോറി ടിയ, അറിയാതെ കൈതട്ടിപ്പോയതാണ്, അതുകൊണ്ട് നമുക്ക് പുതിയ ഗെയിം തുടങ്ങിയാലോ. കേട്ട ടിയ അവളുടെ മാജിക് ഉപയോഗിച്ച് തെറിച്ചുപോയ എല്ലാം അതുപോലെ വീണ്ടും കൊണ്ടുവന്നതും, ടിയ ഇത് ചീറ്റിംഗ് ആണ്, നീ നിന്റെ മാജിക് ഉപയോഗിച്ചു. ഇത് കണ്ട ലുലു വീണ്ടും പഴയ ട്രിക്ക് ഉപയോഗിച്ചാലും ടിയ വീണ്ടും അതുപോലെ തന്നെ കൊണ്ടുവന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ ഇവരുടെ അടുത്തേക്ക് വന്നതും കുറോ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് കണ്ട് ഹീറോന് തന്നെ ഷോക്കായി. ഇതെന്താ ഇവർ ഇത്രയും ബുദ്ധിശാലികളായി? സത്യം പറഞ്ഞാൽ കണ്ടാൽ തന്നെ അറിയാം ഇവര് ജയിക്കണമെന്ന ആഗ്രഹം രണ്ടിനുമുണ്ട്. അതിൽ ലുലു കുറോനെ കണ്ട്, അപ്പോൾ വായോ നമുക്കൊന്ന് നോക്കാം. സെക്കൻഡിൽ ഒരു മൂലക്ക് ഒതുങ്ങി. എന്തെന്നാൽ കുറോന്റെ അടുത്ത് തന്റെ ട്രിക്ക് കാണിച്ചാൽ കടിച്ചു വയ്ക്കും. ഇവിടെ നമ്മുടെ ഹീറോ 4 പേർക്ക് കളിക്കുന്ന ഗെയിം ഉണ്ടാക്കുന്നത് ഹീറോ ആണ് കഷ്ടപ്പെടുന്നത്. എന്തെന്നാൽ ഹീറോ പറഞ്ഞ റൂൾസ് എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി കുറോ വരെ നന്നായി കളിക്കുന്നു. ഹീറോനേക്കാളും നന്നായി, കാരണം ഈ മാച്ചിന്റെ വിജയി തന്നെ കുറോ ആണ്. അതിനുശേഷം ഹീറോയും ലുലുവിന്റെ കൂടെ കൂടി ഇവരുടെ അടുത്ത് നമുക്ക് ജയിക്കാൻ കഴിയില്ല. അടുത്ത ദിവസം എല്ലാ ദിവസവും ഒരുപോലെ ഇരുന്നാൽ ശരിയാവില്ലെന്നും പറഞ്ഞ് ഞാനിന്ന് ബോൾ ഗെയിം കൊണ്ടുവന്നിരിക്കുന്നു. ഇതിന് കാരണം ബാക്കി എല്ലാത്തിലും മറ്റുള്ളവർ പുലികളായി. അതുകൊണ്ട് ഈ സിമ്പിൾ ഗെയിം തനിക്ക് ജയിക്കാമെന്ന വ്യാമോഹമായി വന്ന ഹീറോ അതിലും തോറ്റുപോയി. എല്ലാവരും അതിൽ നന്നായി കളിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഗെയിം കളിക്കുക, തോൽക്കുക, ഗെയിം കളിക്കുക, തോൽക്കുമെന്നായാൽ തട്ടിക്കളയുക, മൂലയിൽ പോയിരുന്ന് കരയുക. അതിനുശേഷം എല്ലാവരും ശേഖരിച്ചു വെച്ച പച്ചക്കറികളെ വെച്ച് ആഹാരം ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സ്പ്രിംഗ് ആരംഭിച്ചതും നമ്മുടെ ഹീറോ പുറത്തു വന്ന്, ഗുഡ് മോർണിംഗ്, ഇന്നെന്താ ചെയ്യാൻ പോകുന്നത്? മുമ്പ് ചെയ്തത് തന്നെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. സാബൂട്ടോൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കാണും. അവൾക്ക് കൊടുക്കാൻ ഉരുളക്കിഴങ്ങുണ്ടോ എന്ന് പറയുന്നതും സാബൂട്ടോൻ പെട്ടെന്ന് അപകട ശബ്ദമുയർത്തി, അതും വളരെ വേഗത്തിൽ. ഈ ശബ്ദം കേട്ട് എല്ലാവരും എന്താ സംഭവിക്കുന്നെന്ന് അറിയാതെ പതറി നിൽക്കുന്നതും, ആകാശത്തേക്ക് നോക്ക്, എന്താ അത്, ഡ്രാഗൺ ആണോ? അല്ല, ഇത് വൈവണ്ണാണോ? എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ധരിച്ചു നിൽക്കുന്നതും ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. അടുത്ത എപ്പിസോഡിൽ തന്റെ വില്ലേജിന് നേരെ വരുന്ന വൈവറിൽ നിന്നും തന്റെ വില്ലേജിനെയും ബാക്കിയുള്ളവരെയും എങ്ങനെയാണ് ഹിറാക്കു രക്ഷപ്പെടുത്തുന്നതെന്ന് അറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ബൈ.